നമസ്കാരം സുഹൃത്തുക്കൾ. പെഹൽഗാമിലെ ടൂറിസ്റ്റുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും കൂടി ഒരു പോർമുഖം തുറന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇന്ത്യ ഇൻഡസ് കരാർ റദ്ദാക്കിയിരിക്കുന്നു, മരവിപ്പിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ ഷിംഷ കരാർ റദ്ദാക്കിയിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലുള്ള പാകിസ്ഥാനികൾ അങ്ങോട്ട് പോകുന്നു, അവരിങ്ങോട്ട് വരുന്നു. അങ്ങനെ പുതിയൊരു പോർമുഖം തുറന്നിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനും കൂടി. കൂട്ടത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു ശക്തമായിട്ട് നടപടി വന്നു എന്ന് പറയുന്നത് ഇന്ത്യൻ വിമാനങ്ങൾക്കും, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത വിമാനങ്ങളും ഇന്ത്യ ലീസ് നടത്തുന്ന വിമാനങ്ങൾക്കും ഇന്ത്യൻ മിലിറ്ററി വിമാനങ്ങൾക്കും പാകിസ്ഥാൻ എയർ സ്പേസ് ഉപയോഗിക്കുന്നവരും മരവിപ്പിച്ചിരിക്കുകയാണ്. താൽക്കാലികമാണ്. ഏകദേശം മെയ് 23 വരെയാണ് മരവിപ്പിച്ചിരിക്കുന്നത്. അതൊരു പക്ഷെ നീട്ടാം, അല്ലെങ്കിൽ അതൊരു പക്ഷേ പുനരാരംഭിക്കാം. എന്തും ആയിക്കോട്ടെ, ഇത് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക്, സ്പെസിഫിക്കലി എയർ ഇന്ത്യ, ഇൻഡിഗോ, ഈ രണ്ട് കമ്പനികൾക്കും ഏകദേശം $600 മില്യൺ നഷ്ടമാണ് എയർ ഇന്ത്യ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന എയർ സ്പേസ്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന പാകിസ്ഥാന്റെ എയർ സ്പേസ് വളരെ ഇമ്പോർട്ടൻറ്റ്? കാരണം 600 മില്യൺ എന്ന് പറയുന്ന ചില്ലറ സംഖ്യയല്ല. ഇതിനു മുമ്പും ഈ പുൽവാമയിൽ ശേഷം, പുൽവാമ അറ്റാക്കിന് സമയത്തും ഏകദേശം 6 മാസത്തോളം ഈ പറയുന്ന പാകിസ്ഥാൻ എയർ സ്പേസ് അടച്ചിട്ടിരുന്നു ഇന്ത്യൻ വിമാനങ്ങൾക്ക്. അന്ന് ഫെബ്രുവരി മുതൽ ഏകദേശം മെയ് ജൂൺ വരെ 6 മാസത്തോളം. അന്നും ഏകദേശം എയർ ഇന്ത്യക്ക് ഏകദേശം $550 മില്യൺ നഷ്ടം വന്നു എന്ന് പറയുന്നത്. എയർ ഇന്ത്യക്ക് 550, പിന്നെ സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ, അവർക്കെല്ലാം കൂടി 100-150, അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വന്നിരിക്കുന്നത്. എന്താണ് ഈ പറയുന്ന പാകിസ്ഥാൻ്റെ എയർ സ്പേസിന് വളരെ ഇമ്പോർട്ടൻറ്റ്? സ്റ്റാറ്റിക്കലി പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇരിക്കുന്നത് നല്ലൊരു പോയിന്റാണ്. കാരണം യൂറോപ്പ് അല്ലെങ്കിൽ US അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഡൽഹി, പിന്നെ ജയ്പൂർ, പിന്നെ കൊൽക്കത്ത, ഈ പറയുന്ന ഇന്ത്യയിൽ നിന്ന്, ഈ പറയുന്ന പ്രദേശങ്ങളിൽ നിന്ന് യൂറോപ്പും ഇതിനെ കണക്ട് ചെയ്യണമെങ്കിൽ പാകിസ്ഥാൻ ആണ് ഏറ്റവും വലിയ സ്ട്രാറ്റജിക്കലി ഗുഡ് പോയിന്റ്. അവിടെ നിന്നാണ് കണക്ട് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന ജലന്ധർ, അമൃത്സർ കടന്നാൽ അടുത്ത പാകിസ്ഥാൻ ലാഹോർ കടന്നു കഴിഞ്ഞാൽ ഇറാൻ. സുഖമാണ് അങ്ങോട്ട് പോകാനായിട്ട്, കാരണം വളരെ ഈസി കോറിഡോറാണ്. അപ്പോൾ സ്ട്രാറ്റജിക്കലി പാകിസ്ഥാൻ ഇരിക്കുന്നത് വളരെ നല്ലൊരു പോയിന്റിലാണ് ഇരിക്കുന്നത്. നല്ലൊരു വരുമാനം കൂടിയാണ് പാകിസ്ഥാന്. കാരണം ഏകദേശം $100-150 അല്ല $1000 കൊടുക്കുന്നുണ്ട് ഒരു വിമാന കമ്പനി. ആ വിമാനം അതായത് ഇന്ത്യൻ പാകിസ്ഥാൻ എയർ സ്പേസ് യൂസ് ചെയ്യുന്നതാണ്. അവർക്ക് വരുമാന നഷ്ടമാണ്. പക്ഷെ അതിലുപരി ഇന്ത്യൻ വിമാന കമ്പനികൾക്കാണ് ഈ പണി വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻ എയർ സ്പേസ് അടച്ചതുകൊണ്ട് ദില്ലിയിൽ നിന്ന് ഉയർന്ന് യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ US പോകുന്ന വിമാനങ്ങൾ അഹമ്മദാബാദ്, ഗുജറാത്ത് തീരം വരെ വന്ന് രാജ്കോട്ടിൽ നിന്ന് നേരെ അറബിക്കടലിലേക്ക് കയറി മസ്കറ്റ് വഴി പോവുകയാണ്. ഇതുമൂലം വിമാന കമ്പനികൾക്ക് ഇന്ധന ചെലവ് 10 ഇരട്ടിയായി കൂടിയിരിക്കുകയാണ്. കാരണം ഏകദേശം 2-3 മണിക്കൂർ അധികം പറക്കേണ്ട ഇന്ധനം അവർ കരുതണം. അതനുസരിച്ചുള്ള യാത്രക്കാരെ എണ്ണം കുറയ്ക്കേണ്ടി വരും. പേലോഡ് എന്ന് പറയും. അതായത് ഒന്നെങ്കിൽ ഇന്ധനം അല്ലെങ്കിൽ യാത്രക്കാർ, രണ്ടും ബാലൻസ് ചെയ്ത് പറ്റും. അപ്പോൾ അവർ തൽക്കാലത്തേക്ക് ഇന്ധനം കൂട്ടിക്കരുതേണ്ടതുകൊണ്ട് യാത്രക്കാരെ എണ്ണം കുറയ്ക്കേണ്ടി വരും. പിന്നെ വിമാന ജോലിക്കാരുടെ സമയം ഭയങ്കര വലിയ പ്രശ്നമാണ്. കാരണം ഈ സമയം കൂടുന്തോറും അവർക്ക് ജോലി ഭാരം കൂടും. അതുകൊണ്ട് അവരെ ഒഴിവാക്കി പുതിയ കുവിനെ കണ്ടെത്താൻ വേണ്ടി പല സ്ഥലങ്ങളിൽ ഇപ്പോൾ തന്നെ എയർ ഇന്ത്യ വിയന്നയിൽ സ്റ്റോപ്പ് ആഡ് ചെയ്തിരിക്കുകയാണ്, എമർജൻസി ഫ്യൂവൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം ഈ പറഞ്ഞ അമേരിക്കയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റുകൾ വിയന്നയിൽ വരുന്നു, അവിടെ ലാൻഡ് ചെയ്യുന്നു, അവിടെ നിന്ന് റീഫ്യൂൽ ചെയ്യുന്നു, ക്രൂ മാറുന്നു. ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് എയർ ഇന്ത്യക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എയർ ഇന്ത്യ ഫോർമലി, അതായത് ഇന്ത്യ ഫോർമലി ഐക്കാവോ, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇത് ഷിക്കാഗോ കൺവെൻഷൻ്റെ വ്യതിയാനമാണ്. ഇത് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുള്ള ഈ പറയുന്ന നടപടി ഇത് നിയമലംഘനമാണ് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുകയാണ് ഐക്കാവുവിന്. പക്ഷേ ഇത് എത്രമാത്രം മുന്നോട്ട് പോകുന്ന അറിയില്ല. പക്ഷേ ഇത് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു തിരിച്ചടിയാണ്. കാരണം ഇതിനെ പാകിസ്ഥാൻ വളരെ മനോഹരമായിട്ട് ഇതിനെ ഉപയോഗിക്കുകയാണ് ഈ അവസരത്തിൽ. കാരണം സ്ട്രാറ്റജിക്കലി ഇന്ത്യനെ പിടിച്ചിടാനായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇന്ത്യ ഓപ്ഷൻസ് ഇപ്പോൾ നോക്കുന്നത്, ഒന്നിപ്പോൾ അഹമ്മദാബാദ് വഴി വന്ന് ഗുജറാത്ത് തീരം വഴി മസ്കറ്റിലേക്ക് പോവുകയാണ്. കംപ്ലീറ്റ്ലി ലാഹോർ എയർ സ്പേസ് ഒഴിവാക്കി. അതൊരു വയബിൾ ഓപ്ഷൻസ് അല്ല ഒരിക്കലും. കാരണം കോടിക്കണക്കിന് നഷ്ടമാണ്. ഇപ്പം ഇന്ത്യ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ചൈനയുടെ സഹായം തേടുകയാണ്. ചൈനയെ കൂടെ കണക്ട് ചെയ്തിട്ട് നേരെ യൂറോപ്പിലേക്ക് പിടിക്കാനുള്ള പരിപാടി. അതിന് ചൈനയുടെ പെർമിഷൻ വേണം, ഡിപ്ലോമസി വേണം, അവരുടെ ഗ്രീൻ ലൈറ്റ് വേണം. അതുകൊണ്ട് ചൈന എംബസി ഇന്ത്യ സഹായം തേടിയിരിക്കുകയാണ്. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലേ കൂടി, ഹിന്ദു കുഷ് എന്നുള്ള റീജിയനിൽ കൂടി പോകാനുള്ള ഒരു ഓപ്ഷൻ കൂടി അവർ തേടിയിരിക്കുകയാണ്. പക്ഷേ അതിനും ഒരുപാട് പരിമിതികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ഒരു തൃശങ്കൂരാണ് ഇന്ത്യൻ എയർലൈൻ വിമാന കമ്പനി ആയിരിക്കുന്നത്. $600 മില്യൺ സഹായമാണ് എയർ ഇന്ത്യ തേടിയിരിക്കുന്നത്. ആരുടെ കയ്യിൽ നിന്ന്? കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന്. കാരണം സബ്സിഡി ആയിട്ട്
കാരണം എയർ ഇന്ത്യ നമുക്ക് എല്ലാവർക്കും അറിയാം അർദ്ധ സർക്കാർ സ്ഥാപനമാണ്, സർക്കാരിൻ്റെ ഗ്രാൻഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 600 മില്യൺ ഒരു പക്ഷേ ഈ സർക്കാർ മാത്രമല്ല ജനങ്ങൾക്കുമാണ് അടിവരാൻ പോകുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫെയർ കൂടുതലായിരിക്കും. കാരണം $100-150 ഒരു പക്ഷേ യൂറോപ്പിലേക്കും യു എസിലേക്കുള്ള ഫ്ലൈറ്റുകളുടെ നിരക്ക് അവർ കൂട്ടും. കാരണം ഒരു പരിധി കഴിഞ്ഞ് ഇവർക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം ജനങ്ങളിലേക്ക് അത് പാസ് ചെയ്തേ പറ്റൂ. പിന്നെ സമയത്തായിരിക്കും. കാരണം നേരിട്ട് US എന്നൊക്കെ നേരിട്ടാണ് ഈ ബോംബെയിലേക്കും ദില്ലിയിലേക്കും എയർ ഇന്ത്യ ഫ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇറങ്ങുന്നു, അതായത് ആളുകളുടെ സമയം നഷ്ടം വരുന്നു, പിന്നെ പണം നഷ്ടം വരുന്നു. ഇത് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇന്ത്യ ചെന്ന് പെട്ടിരിക്കുന്നത്. കാരണം ഇന്ത്യക്ക് ഒരു ഓപ്ഷൻ കണ്ടെത്തിയേ പറ്റൂ. കാരണം പാകിസ്ഥാൻ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യക്ക് ഒരു ഓപ്ഷൻ കണ്ടെത്തിയേ തീരൂ വരും ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന ഫെയർ കൂടുന്നതായിരിക്കും യൂറോപ്പിലേക്കും US ലേക്കും. മലയാളികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? കേരളത്തിൽ പോകുന്ന വിമാനങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം കേരളത്തിൽ നേരെ കൊച്ചി എന്നൊക്കെ പറഞ്ഞാൽ കോഴിക്കോട്, മംഗലാപുരം, അറബിക്കടൽ, നേരെ മസ്കറ്റ്. അപ്പോൾ കേരളം, ബാംഗ്ലൂര്, പിന്നെ ചെന്നൈ യാതൊരു കുഴപ്പമില്ല. ഇത് ഉത്തരേന്ത്യക്കാർക്ക് മാത്രമാണ് പ്രശ്നം വരുന്നത്. പക്ഷെ ഫെയർ കൂട്ടുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കൂട്ടുന്നതായിരിക്കും. അവിടെ അവർ തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ ഒന്നുമില്ല, ഫെയർ ഒരുമിച്ച് എയർ ഇന്ത്യ എല്ലാവർക്കും കൂട്ടുന്നതായിരിക്കും എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.